നിലമ്പൂരിൽ LDF വൻ വിജയം നേടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24നോട്. M സ്വരാജിന് VV പ്രകാശിന്റെ കുടുംബത്തിൽ സ്വീകാര്യത ലഭിക്കുന്നത് ചെറിയ കാര്യമല്ല. നിലമ്പൂരിൽ LDF നടന്നത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരായ വർഗീയ വിരുദ്ധ പോരാട്ടമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. SKN വെരി ഗുഡ് മോർണിംഗ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ടിലെ അടരാടൽ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്ന വേളയിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ നമ്മളോടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ, പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മാഷ് നിലമ്പൂരിൽ തന്നെ ഉണ്ടായിരുന്നു. മാഷെ, നിലമ്പൂരിൻ്റെ ഒരു പൾസ് മാഷ്ക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. മാത്രമല്ല, ഞാൻ കാണുന്ന സമയത്ത് മാഷ് ഭയങ്കര കോൺഫിഡൻസിലാണ്. എന്താ അത്രമേൽ വിജയസാധ്യതയാണോ കാണുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ശരിയായ രാഷ്ട്രീയ പോരാട്ടം എന്ന രീതിയിലാണ് ആദ്യം മുതലേ ഇതിനെ കണ്ടിരുന്നത്. സഖാവ് സ്വരാജ് CPIM-ന് അണിനിരത്താൻ സാധിച്ച ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ പേര് പ്രഖ്യാപിച്ച സമയം മുതൽ കേരളത്തിലും പ്രത്യേകിച്ച് നിലമ്പൂരിലും വലിയ സ്വീകാര്യതയാണ് എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ഇതേവരെ പിന്നോട്ടേക്ക് പോവുകയല്ല, ഇത് ഓരോ ദിവസവും അത് മുന്നേറി പോകുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. സ്വീകരണ യോഗങ്ങളിലും റാലികളിലും അതുപോലെ തന്നെ വലിയ യുവജന മുന്നേറ്റം ഈ മണ്ഡലത്തിൽ പ്രകടമാവുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള റാലികളും 7 പഞ്ചായത്തിലും മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള പഞ്ചായത്ത് തല റാലികൾ നടന്നു. ഓരോ പഞ്ചായത്തിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലികളാണ്. സ്ത്രീ പങ്കാളിത്തം അത്ഭുതകരമായിരുന്നു. അതിലും പ്രത്യേകിച്ച് മുസ്ലിം പ്രാതിനിധ്യം വളരെ കൂടുതലായിരുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ മാഷ് പറയുന്നത് വലിയ വിജയം നിലമ്പൂരിൽ LDF-ന് ഉണ്ടാവുന്നതാണ്. ഒരു സംശയമില്ല. നിലമ്പൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മുഴുവൻ വോട്ടിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല. എത്ര വലിയ വിജയമായിരിക്കും മാഷെ നിലമ്പൂരിൽ കിട്ടാൻ പോകുന്നത്? അതൊന്നും ഞാനിപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വലിയ വിജയമായിരിക്കും. പക്ഷേ ഇന്നലെ രാത്രി വളരെ വലിയൊരു സർജിക്കൽ സ്ട്രൈക്കാണ് M സ്വരാജ് നടത്തിയത്. ആര്യാടൻ ഷൗക്കത്ത് പോവാത്ത VV പ്രകാശിൻ്റെ വീട്ടിലേക്ക് M സ്വരാജ് പോകുന്നു. M സ്വരാജ് വോട്ടഭ്യർത്ഥിച്ചു മടങ്ങുന്നു. മാത്രവുമല്ല, സ്വരാജ് പറഞ്ഞതൊരു വളരെ ക്ലാസിക്കലായ മറുപടിയായിരുന്നു. പ്രിയപ്പെട്ടവരോട് വോട്ട് ചോദിക്കേണ്ടതില്ലല്ലോ. ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനവും പര്യടന പരിപാടിയുമാണ് സ്വരാജിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. വ്യക്തിപരമായിട്ട് ആളുകളെ കാണുക, കാരണം സ്വന്തം നാടാണല്ലോ. ആ സ്വന്തം നാടെന്ന നിലയിൽ ഈ പ്രദേശത്തെല്ലാം ഒപ്പം കളിച്ച് വളർന്ന് പഠിച്ച് മുന്നേറിയ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന നിലയിൽ നിലമ്പൂരിൻ്റെ വിവിധ മേഖലയിൽ നേരിട്ട് എത്താനും വോട്ടർമാരെ നേരിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ മൈലേജായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ കൂട്ടത്തിലാണ് പ്രകാശൻ്റെ ഭാര്യയെയും കുടുംബത്തെയും സന്ദർശിച്ചത്. ഊഷ്മളമായ സ്വീകരണവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അവരുടെ ആശീർവാദവുമാണ് ലഭിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ആര്യാടൻ ഷൗക്കത്ത് അവിടെ പോയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം. UDF സ്ഥാനാർത്ഥി പോവാത്ത പഴയ മരിച്ച കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ സ്വരാജ് എത്തുമ്പോൾ അതിനൊരു വലിയ രാഷ്ട്രീയമാനമുണ്ടല്ലോ. അല്ല, അവർ പോയിട്ടില്ലയോ എന്നുള്ളതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം. പ്രകാശനെ പോലെയുള്ള കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബത്തിലുൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളത് ചെറിയ പ്രശ്നമല്ല. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്, കോൺഗ്രസിൻ്റെ അകത്ത് സ്ഥാനാർത്ഥി നിർണയം മുതൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വോട്ടിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ അൻവർ നിലമ്പൂരിൽ ഒരു ഘടകമല്ല എന്ന് ഇടതുമുന്നണി നേതാക്കളും UDF നേതാക്കളും ഒരുപോലെ പറയുന്നതാണ്. പ്രചരണത്തിൻ്റെ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ, കാരണം വലിയ റോഡ് ഷോ അൻവർ സംഘടിപ്പിക്കുന്നു. അൻവർ ഒരു ഘടകമാണോ? എന്താണ് മാഷ് നേരത്തെ പറഞ്ഞ ഘടകമല്ല എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണോ? ഞാൻ അന്ന് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചൊരു ഘടകമുള്ള കാര്യമല്ല. ഞങ്ങളത് ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതാണ്. ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതാണ്. അൻവറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം അദ്ദേഹത്തോട് ഞങ്ങളെടുത്ത നിലപാട് അൻവർ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടേ ഞങ്ങൾ അംഗീകരിച്ചില്ല. അന്നുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല.
അപ്പോൾ ഈ അൻവർ പിടിക്കുന്ന വോട്ട് ആരുടെ വോട്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം അൻവർ വലിയ വോട്ട് പിടിക്കുന്ന അവകാശവാദമുണ്ട്. അത് ആർക്കായിരിക്കും ക്ഷീണം ചെയ്യുക? മാത്രമല്ല, ഇന്നലെ രമേശ് ചെന്നിത്തല എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് UDF വോട്ടും അദ്ദേഹം പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. ആദ്യമായാണ് ഒരു UDF നേതാവ് അത് പറയുന്നത്. ആരുടെയൊക്കെ വോട്ടാണ് ഇപ്പോൾ കിട്ടുക എന്നൊന്നും ഞാനിപ്പോൾ പ്രവചിക്കുന്നില്ല. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യമായ വോട്ടൊന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. ഈ മറ്റൊന്ന് നിലമ്പൂരിലെ വോട്ടർമാരോട് അവസാനമായി CPIM സംസ്ഥാന സെക്രട്ടറിക്ക് അഭ്യർത്ഥിക്കാൻ, എല്ലാവരും ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ, പ്രത്യേകിച്ച് വർഗീയതക്കെതിരായി ജമായത്തെ ഇസ്ലാമിയെ കൂട്ടിച്ചേർത്ത ഒരു വർഗീയ മുന്നണിയാണ് UDF. അത് ചരിത്രത്തിലെ അപൂർവ സംഭവങ്ങളിലൊന്നാണ്. ലോകത്തെവിടെയും ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഈ വർഗീയ പ്രസ്ഥാനത്തെ ഒരു ജനാധിപത്യ പാർട്ടിയും അസോസിയേറ്റ് ചെയ്ത് ഒപ്പം കൂട്ടിയിട്ടില്ല. അത് തിരിച്ചടിയാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ വർഗീയതക്കെതിരായ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരെയും ഒത്തുചേർത്തുകൊണ്ട് വർഗീയ വിരുദ്ധ പോരാട്ടമാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ്. അതെല്ലാ വിഭാഗത്തിലും, ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും എല്ലാറ്റിലുമുള്ള മുഴുവൻ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള വിശ്വാസികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ രാഷ്ട്രീയ കൃത്യതയോടുകൂടിയുള്ള അവതരണം ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ സമഗ്രമായ വികസനമാണ്. ഒരു പുതിയ കേരളം സൃഷ്ടിക്കുക, നവകേരളം, അത് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അല്ലാതെ പിണറായി വിജയനും ബാലഗോപാലനും രാജീവൊക്കെ മന്ത്രിയാവുന്നു മുഖ്യമന്ത്രിയാവുന്നു എന്നുള്ളതല്ല. അതിനേക്കാൾ പ്രധാനം ഈ ഭരണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഫലപ്രദമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ നാടിൻ്റെ വളർച്ചക്കാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പിനാണ്. ആ രീതിയിൽ ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള 3ാം ടേം ഗവൺമെൻറ്റിലേക്ക് ഒരു വഴിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അത് നല്ല രീതിയിൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളത് നല്ലതുപോലെ അംഗീകരിച്ചിട്ടുണ്ട്. ഒരു ആയുധമില്ലാത്ത നിരായുധരായ UDFനെയാണ് ഇവിടെ ജനങ്ങൾ കണ്ടിട്ടുള്ളത്. പെൻഷൻ പോലും ഇവിടെ നൽകുന്നത് കൈക്കൂലിയാണെന്ന് പറയുന്ന ദേശീയ നേതൃത്വം ഇവിടെ ഈ ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ളവരുമായി ചേർന്നുണ്ടാക്കിയ സഖ്യത്തെ അപലപിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പാടില്ല എന്ന പര്യടന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള വാർത്ത പുറത്ത് വന്നല്ലോ, പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. വഖഫിൻ്റെ പ്രശ്നത്തിൽ അവർക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസിന് തന്നെ നിലപാട് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. പ്രസംഗിക്കാൻ വിളിച്ചിട്ടും പ്രസംഗിക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. സഭയിൽ ഉണ്ടായിട്ടിലും പ്രസംഗിച്ചില്ല എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടതല്ലേ. അതെല്ലാം വെച്ചുകൊണ്ട് ഈ കേരളത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഒരു ഗവൺമെൻറ് 2ാം ടേമിൽ നിന്ന് 3ാം ടേമിലേക്ക് കടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായി ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം മാറും. അതിന് തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി പൂർണ്ണമായ അർത്ഥത്തിൽ നാളെ, ഇന്നത്തെ കുട്ടിക്കലാശം അവസാനിച്ചാൽ നാളെ പൂർണ്ണമായ നിശബ്ദ പ്രചരണമാണ്. എന്ന് പറഞ്ഞാൽ നിശബ്ദമായ രീതിയിലുള്ള പ്രവർത്തനമാണ്. 19-ാം തീയതി രാവിലെ കൃത്യമായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയും രാവിലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരാകെ അതോടൊപ്പം നിൽക്കുന്ന മുഴുവൻ ജനങ്ങളും വോട്ട് ചെയ്ത് സ്വരാജിനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ അവസാന നിമിഷം ചെയ്യാനുള്ളത്. താങ്ക് യു ഉമേഷ്. SKN വളരെ കൃത്യമായി തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് സ്വീകാര്യത ലഭിക്കുന്ന രീതിയിൽ ഒരു 3ാം ഭരണ തുടർച്ചയുടെ തുടക്കമായി നിലമ്പൂരിലെ വിജയം മാറുമെന്നുള്ളതാണ്. ക്യാമറാമാൻ രാജേഷ് ഉള്ളരിക്കൊണ്ടിനൊപ്പം നിലമ്പൂരിൽ നിന്നും ദീപക് ധർമ്മടം, 24. നിലമ്പൂരിൽ നിന്ന് ദീപക് ധർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ശരിക്കും ഗോവിന്ദ മാസ്റ്ററുടെ ന്യായവാദങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? SKN ഗോവിന്ദൻ മാസ്റ്റർ വലിയ കോൺഫിഡൻസിലാണ്. കാരണം കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വോട്ടാകും. പ്രത്യേകിച്ചും ഇന്നലെ രാത്രി എം സ്വരാജ് VV പ്രകാശൻ്റെ വസതിയിലെത്തുന്നു. കുടുംബത്തോടൊപ്പം അല്പസമയം ചിലവഴിച്ച് മടങ്ങുന്നു. അതിന് വലിയ രാഷ്ട്രീയ മാനമുണ്ടെന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം UDFൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴും VV പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ആ പോകാത്ത വീട്ടിലേക്കാണ് LDFൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് പോയത്. അവരുടെ ആശീർവാദം എം സ്വരാജിന് ലഭിച്ചു എന്നുകൂടി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ട് UDFന് വലിയ തിരിച്ചടി നൽകും. വിശ്വാസികൾ ഉൾപ്പെടെയുള്ള
മതേതര പോരാട്ടമാണ് നടക്കുന്നത്. അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള UDFന്റെ മുന്നേറ്റത്തിന് അതിന് വർഗീയ സ്വഭാവമുണ്ട്. അതിനെതിരെ ജനാധിപത്യത്തെയും മതേതരത്തെയും സംരക്ഷിക്കാൻ വേണ്ടി വിശ്വാസികളായ മതേതരവാദികൾക്ക് ഒപ്പം നിന്നാണ് LDFന്റെ നിലമ്പൂരിലെ പോരാട്ടം എന്ന് പറയുന്നു. മറ്റൊന്ന്, മൂന്നാം ഭരണ തുടർച്ചയുടെ തുടക്കമായിരിക്കും നിലമ്പൂരിൽ എന്നുകൂടി CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്. അദ്ദേഹം അല്പം മുൻപാണ് നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസം CPIM സംസ്ഥാന സെക്രട്ടറി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. SKN ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്.